അല്ലാഹു 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 ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. യവം അഥവാ ബാർലി ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പോഷക ആഹാരമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട ധാന്യം കൂടിയാണ് ബാർലി. അറബിയിൽ ഇതിനെ ഷഈർ എന്ന് വിളിക്കപ്പെടുന്നു. ബാർലി കൊണ്ട് അറബികൾ ഒരുതരം സൂപ്പ്, ഒരുതരം പായസം ഉണ്ടാക്കാറുണ്ട്. അതിന്റെ പേരാണ് തൽബീന. അഥവാ പാലും ബാർലിപ്പൊടിയും തേനും വെള്ളവും മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരുതരം സൂപ്പാണ് തൽബീന. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വളരെ അധികം ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, രോഗികൾക്കും ദുഃഖിതർക്കും കുടിപ്പിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, അത്തൽബീനതു മുജിമ്മത്തുൽ ലിഫുആദിൽ മരീദി തദ്ഹബു ബിബഅദിൽ ഹുസ്ൻ. തൽബീന അത് രോഗികളുടെ ഹൃദയത്തിന് സന്തോഷം പകരുകയും തദ്ഹബു ബിബഅദിൽ ഹുസ്ൻ ചില ദുഃഖങ്ങളെ നീക്കുകയും ചെയ്യുന്നതാണ്. ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു. ജനാസയിൽ നിന്ന് ആളുകൾ പിരിഞ്ഞുപോയി, അടുത്ത ബന്ധുക്കൾ മാത്രം വീട്ടിൽ ബാക്കിയായപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ തൽബീന സൂപ്പ് ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ അത് അവരെ ഭക്ഷിപ്പിച്ചു. ശേഷം അവർ പറഞ്ഞു, ഫഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അത്തൽബീനതു മുജിമ്മത്തുൽ ലിഫുആദിൽ മരീദി തദ്ഹബു ബിബഅദിൽ ഹുസ്ൻ. തൽബീന സൂപ്പ് അത് രോഗികളുടെ ഹൃദയത്തിന് സന്തോഷം പകരുകയും ദുഃഖങ്ങളെ അകറ്റുകയും ചെയ്യുന്നതാണ്. മരണപ്പെട്ടു പോയ ആ വ്യക്തിയുടെ പേരിൽ ദുഃഖിച്ചു നിൽക്കുന്ന ആ കുടുംബത്തിന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തൽബീന എന്ന പായസം കുടിപ്പിക്കാൻ പറഞ്ഞത് അവരുടെ ദുഃഖം അകറ്റാനും അവരുടെ മനസ്സിലെ പ്രയാസവും വിഷമവും ദൂരീകരിക്കാനും വേണ്ടിയാണ്. ചുരുക്കത്തിൽ ബാർലി വളരെ പോഷക ഗുണങ്ങളുള്ള നല്ല ആഹാരമാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഇഷ്ടപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് അതുകൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന തൽബീന എന്ന സൂപ്പ്, തൽബീന എന്ന ഒരു തരം പായസം, അത് രോഗികൾക്ക് നൽകാനും ദുഃഖിതർക്ക് കുടിപ്പിക്കുവാനും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അത് കുടിക്കുന്നതിലൂടെ മനസ്സിന് ശാന്തിയും സന്തോഷവും സമാധാനവും ലഭിക്കും, രോഗത്തിന് ശമനവും കരസ്ഥമാകുന്നതാണ്. അല്ലാഹു തആല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താനും അത് ലോകത്തിന് പകർന്നു കൊടുക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. صلى الله على محمد صلى الله